A very good evening to everyone. On behalf of the IEEE Education Society Kerala chapter, I'm delighted to welcome you all to Odyssey, a series of sessions exploring the evolving world of technology, innovation, and transformative ideas. Today, we move on to session 3, Brain Computer Interface, a field that bridges the human mind and machines, enabling direct communication between the brain and computers. This revolutionary technology holds immense potential in transforming healthcare, accessibility, and human machine interaction. We are honored to have with us Mr. Anandakrishnan KP, student representative of IEEE EdSoc Kerala chapter, to guide us through the concepts, applications, and future possibilities of brain computer interface. To officially commence today's session, I would now like to invite Anashwara A., designer, IEEE EdSoc Kerala chapter, to deliver the welcome address. A very good evening to everyone present here. On behalf of IEEE Education Society Kerala chapter, it gives me great pleasure to welcome you all to DC session 3 of our ongoing series. Today's session, which is Brain-Computer Interface BCI, dives into one of the most exciting frontiers in modern technology. We are truly delighted to have you all with us this evening. Your presence makes this event even more special. Once again, a warm welcome to everyone joining us today. And now, moving on to the highlight of this session, we are honored to have with us Mr. Anandakrishnan KP, student representative of the IEEE Education Society Kerala chapter. With immense pleasure, let's welcome him to take us to this captivating topic. Hello everyone, am I audible? Okay. Is my screen visible now? Let the screen visible now. Yes, visible. Even. Okay. ഇവിടെ മലയാളം അറിയാത്തായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നുള്ള ഒരു ടോപ്പിനെ കുറിച്ചിട്ടാണ്. ഇത് ഇപ്പോ ഇംപ്രൂവ് വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പൊ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ചെല്ലുന്നുണ്ട് ഞാൻ ഒരു ഇൻട്രസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു തോട്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? എന്നാൽ ഇപ്പൊ നിങ്ങളൊന്നും ഫോണിൽ നിന്ന് ടൈപ്പ് ചെയ്യേണ്ട, സ്വിച്ച് ഓൺ ചെയ്യേണ്ട, അങ്ങനെ ഒന്നും ചെയ്യില്ല. ജസ്റ്റ് ആലോചിച്ചിട്ട് നിങ്ങളുടെ വീടിനെ കൺട്രോൾ ചെയ്യുക, അങ്ങനെ ബാക്കി എല്ലാ സംഭവങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ അല്ലേ? അപ്പൊ അതിന്റെ ബേസിലാണ് ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് BCI എന്നുള്ള ഇത് വരുന്നത്. നിങ്ങളെല്ലാം ബിഹേറോസിസ് എന്നുള്ള ഈ സെന്റർ ഉണ്ടോ? ബിഹേറോസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ സീരീസിനകത്ത് വിസിബിൾ ആണോ? നിങ്ങൾക്ക് ഈ ഒരു സീൻ ഓർമ്മയുണ്ടോ? ഇതിൻ്റെ അകത്തുള്ള ഹീറോ ജസ്റ്റ് ഈ ബ്രെയിനിൽ വെച്ചിരിക്കുന്ന ബാൻഡ് ഉപയോഗിച്ചിട്ട് ആ മൈക്രോബോട്ട്സ് എന്ന സംഭവം മൊത്തം കൺട്രോൾ ചെയ്യും. ഇത് ആക്ച്വലി ഒരു BCIന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ കൈകാര്യം ആലോചിച്ചു, അപ്പൊ ഹാൻഡ് വന്നു, അങ്ങനെയായിട്ട്. അപ്പൊ ഇതേപോലെ സയൻസ് ഫിക്ഷൻ മൂവീസിലും സംഭവങ്ങളിലൊക്കെ BCI ഓൾറെഡി കുറെ കാലം കൊണ്ട് തന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു ടെക്നോളജിയാണ്. പക്ഷെ അത് ഇതുവരെ നമുക്ക് പ്രോപ്പർലി ഇംപ്ലിമെന്റ് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത നമുക്ക് എന്താണ് BCI എന്ന് നോക്കാം. ദാറ്റ് ഈസ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ്. ഇത്രയും ഒരു വീഡിയോ കാണിച്ചു ഇങ്ങനെ നടക്കുന്നത്. ഇനി എന്താണ് BCI എന്ന് പറയാം. BCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ കമ്പ്യൂട്ടറിലേക്കും ഫോണിലേക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പോ എങ്ങനെയാ ആരെങ്കിലും പറയാമോ? നമ്മളിപ്പോ എങ്ങനെയാ ഒരു കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ? അങ്ങനെയായിട്ട് ജസ്റ്റ് ചാറ്റിലിട്ടാലും മതി. ഇൻപുട്ട് കൊടുക്കും. ഇൻപുട്ട് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാ? കീബോർഡ് വഴി അല്ലെങ്കിൽ
ടച്ച് പാഡ് വഴി അങ്ങനെയൊക്കെ ആയിട്ടല്ലേ. അപ്പൊ അത് ഇപ്പോ കുറെ കാലം കൊണ്ട് തന്നെ ഇപ്പൊ കീബോർഡ്സും ലൈക്ക് ടച്ച് പാഡ്, മൗസ് ഇങ്ങനത്തെ ഒക്കെ വഴിയാണ് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബട്ടൺസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബട്ടൺസ് അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെയിൻ വഴി നമ്മൾ കൈ ഇങ്ങനെ അനക്കണം, ഇന്ന ബട്ടൺ പ്രസ് ചെയ്യണം എന്ന് ആലോചിക്കും, എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യും, അത് ഇൻപുട്ട് ആയിട്ട് വരും. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ബ്രെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് നമ്മളൊരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ഡിവൈസിനെ ആയിട്ട്. നമ്മൾ ജസ്റ്റ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഇന്ന പ്രസ്, ഇപ്പോ ടി എന്നുള്ള ലെറ്റർ എനിക്ക് പ്രിന്റ് ചെയ്യണം, അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നേരെ ടി ആയിട്ട് പ്രിന്റ് ചെയ്യാം. ലൈക്ക് ഇതിനിടയിൽ ഹാൻഡ് മൂവ്മെന്റോ ലൈക്ക് വേറെ എന്തെങ്കിലും ഇൻപുട്ട് ഡിവൈസോ ഒന്നും വരുന്നില്ല. ഡയറക്റ്റ് ബ്രെയിൻ ടു കമ്പ്യൂട്ടറിലേക്കുള്ള ഇത് പോവാണ്. ജസ്റ്റ് നമ്മുടെ തോട്ട്സ് വെച്ചിട്ട് ലൈക്ക് ബോഡി മൂവ്മെന്റ്സോ നെർവ്സ് അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റ്ലി കമ്പ്യൂട്ടറിലേക്ക്, ലൈക്ക് അതാണ് ഇവിടെ ഇമേജ് കാണിച്ചിരിക്കുന്നത്, ബ്രെയിനിൽ നിന്ന് നേരെ കമ്പ്യൂട്ടറിലേക്ക് എന്നുള്ള രീതിക്കായിട്ട്. അടുത്ത നമുക്ക് എന്തിനാണ് ലൈക്ക് BCI യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കുറച്ച് നോക്കാം. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് BCI ലൈക്ക് രണ്ട് കാറ്റഗറി ചെയ്യുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ റീസ്റ്റോർ, രണ്ടെന്ന് പറഞ്ഞാൽ ഓഗ്മെന്റ്. നമ്മളിപ്പോ കണ്ടത് ഓഗ്മെന്റേഷന്റെ ഒരു ഇതാണ്. ലൈക്ക് ഇപ്പോ ബിഗ് ഹീറോ 6 ഹീറോയിനാണെങ്കിൽ പ്രത്യേകിച്ച് കയ്യിനോ കാലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ എക്സ്ട്രാ ആയിട്ടൊരു ഡിവൈസുകൾ കൺട്രോൾ ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് റീസ്റ്റോർ എന്താന്ന് നോക്കാം. റീസ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് ലൈക്ക് ലിംബോ എല്ലാം കട്ടായി പോയി, കൈയും എല്ലാം കട്ടായി പോയി, അപ്പോൾ കൈ അവർക്ക് ഇല്ലല്ലോ, അപ്പൊ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം ഇപ്പൊ മറ്റേ പ്രോസ്റ്ററ്റിക് ലിംബ് ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ കണ്ടില്ലേ. ഇപ്പോ ഇരിക്കുന്ന റീൽസിലും ലൈക്ക് അല്ലാതെ യൂട്യൂബ് വീഡിയോസും ന്യൂസിലൊക്കെ ഇപ്പൊ കുറെ വരുന്നുണ്ട്. ലൈക്ക് വേറൊരു റോബോട്ടിക് ആർം ഇത് ചെയ്യുക, അത് ബ്രെയിൻ വെച്ച് കൺട്രോൾ ചെയ്യുക. അതാണ് ഈ റീസ്റ്റോറിംഗ് പാർട്ടിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻ, ഇപ്പൊ കാല് അല്ലെങ്കിൽ കൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിംഗർ അങ്ങനെയെല്ലാം കട്ടായി പോവുക, അങ്ങനെ എന്തെങ്കിലും ലോസ് ആയി കഴിഞ്ഞാൽ അതിന് പകരം നമുക്ക് റോബോട്ടിക് അല്ലെങ്കിൽ റോബോട്ടിക് ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ബ്രെയിൻ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ലൈക്ക് നമുക്ക് റീസ്റ്റോറിംഗ് പാർട്ടിൽ ഉപയോഗിക്കുക. ഇത് മെയിൻ ആയിട്ട് യൂസ് വരുന്നത് പാരലൈസ് ആയിട്ടുള്ള പേഴ്സൺസിന്, ലൈക്ക് ഇപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ അനങ്ങാൻ പറ്റില്ല ആ രീതിക്ക്. ഇപ്പൊ ഒരാൾ വീൽ ചെയറിലാണ് വിചാരിച്ചു, അപ്പൊ വീൽ ചെയർ ഇപ്പൊ വേറൊരാൾ തള്ളിക്കൊണ്ടു ആ രീതിക്ക് അല്ലാതെ ആയിട്ട് ഇയാൾക്ക് ജസ്റ്റ് തോട്ട്സ് വെച്ചിട്ട് ഇപ്പൊ എനിക്ക് സ്ട്രെയിറ്റ് പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചാൽ വീൽ ചെയർ നേരെ പോകും, ലെഫ്റ്റ് ഓർ റൈറ്റ് അങ്ങനെ തിരിയണമെന്ന് ആലോചിച്ചാൽ അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് റീസ്റ്റോറിംഗ് പാർട്ട്. ലൈക്ക് എക്സാമ്പിൾസ് കൺട്രോളിങ് എ പ്രോസ്റ്റേറ്റ് ലിംബ്, ടൈപ്പിംഗ് വിത്ത് P300 സ്പെൽ. ഇപ്പൊ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല ആ രീതിക്കൊക്കെ ആയിട്ടാണെങ്കിൽ അയാൾക്ക് ജസ്റ്റ് ഇപ്പൊ എന്താ പറയണ്ടേ എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്നെ ഇന്ന സംതിങ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് അവരെ ആലോചിച്ച് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിലേക്ക് ഇതായിട്ട് കമ്പ്യൂട്ടറിൽ നമുക്ക് ലൈക്ക് സൗണ്ട്. ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ കേസ് പറയുന്നില്ല, സ്റ്റീഫൻ ഹോക്കിങ്സിനെ ലൈക്ക് സംസാരിക്കാൻ പറ്റില്ല, അപ്പൊ കമ്പ്യൂട്ടർ വഴി സംസാരിച്ചിട്ടിരുന്നേ. അപ്പൊ ആ രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്ത ഓഗ്മെന്റേഷൻ എന്ന് പറയും. ഓഗ്മെന്റേഷൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പൊ ഒരാളുടെ ഓൾറെഡി അയാളെ കേപ്പബിൾ ആണ്, ഓൾറെഡി അയാൾക്ക് ലൈക്ക് കൈ കാല് ലൈക്ക് ബാക്കി എല്ലാ ഓർഗൻസ് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. പക്ഷെ അയാൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ 5 കൈയിലും ആൾക്കുള്ളൂ, ഇപ്പൊ എക്സ്ട്രാ ഒരു വിരലും കൂടെ 5 വിരലും ആൾക്കുള്ളൂ, അപ്പൊ എക്സ്ട്രാ ഒരു വിരലും കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ 2 കൈയിന് പകരം ലൈക്ക് 2 എക്സ്ട്രാ കൈയും കൂടെ വെച്ച് നമുക്ക് ഡബിൾ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യാൻ പറ്റും. ആ രീതിക്കൊക്കെ ആയിട്ട്. അപ്പൊ ഒരാളെ സാധാരണ ഒരു ഹ്യൂമനെ കുറച്ചുകൂടെ സൂപ്പർ ഹ്യൂമൻ എന്നുള്ള രീതിക്ക് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്തിട്ട് അയാളുടെ കേപ്പബിലിറ്റീസ് കൂട്ടുക എന്നുള്ള രീതിക്കാണ് ഓഗ്മെന്റേഷൻ പാർട്ടിൽ വരുന്നത്. ഇതിന്റെ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഹെൽത്ത് ഇൻഡിവിജ്വൽസ്, പ്രൊഫഷണൽസ്, ഗെയിമേഴ്സ് ഇവരെയൊക്കെ ആയിരിക്കും. ഹെൽത്ത് ഇൻഡിവിജ്വൽസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോ നമുക്കൊരു എക്സാമ്പിള് ഒരു സർജൻ എടുക്കാം. അപ്പൊ സർജൻ ഇപ്പോൾ ആരെങ്കിലും ഓപ്പറേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ജസ്റ്റ് 2 ഹാൻഡ്സ് അല്ലേ ഉള്ളൂ, അപ്പൊ വേറെ അസിസ്റ്റൻസും അങ്ങനെയൊക്കെ ഉണ്ടാവും. വേണം ഇയാൾക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ആമം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു റോബോട്ടിക് ആമം കൂടെ കണക്ട് ചെയ്യാൻ പറ്റി, അതും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടെ മോർ പ്രിസൈസ് ആയിട്ട് അയാൾക്ക് തന്നെയായിട്ട് ആ ഓപ്പറേഷൻ കുറച്ചും കൂടി ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ വർക്കേഴ്സ്, ഇപ്പോൾ ഇൻഡസ്ട്രി വർക്കേഴ്സിനാണെങ്കിൽ ലൈക്ക് അവർക്ക് എന്തെങ്കിലും സാധനം ചെയ്യുകയാണെങ്കിൽ ലൈക്ക് 2 കൈ ചിലപ്പോൾ ചില വർക്ക് 2 കൈ മതിയാവില്ല, എക്സ്ട്രാ ഒരു ആമം കൂടെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഇട്ട്. പിന്നെ ഗെയിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലൈക്ക് ഇപ്പൊ നമ്മള് കീബോർഡ് മറ്റേ കൺട്രോളർ ഇന്ന സംഭവങ്ങൾ വെച്ചാൽ ഗെയിം കളിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് തിങ്കിങ് വഴിയായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ നടക്കൽ അങ്ങനത്തെ ആക്ഷൻസ് ഗെയിമിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതും ഒരു ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ എന്റെ എക്സാമ്പിൾ തന്നെ തേർഡ് ആം ഫോർ എ സർജന്റ്, പിന്നെ സൈലന്റ് തോട്ട് ടെക്സ്റ്റ്. ഇപ്പൊ ആലോചിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത്, നിങ്ങൾ
ഇപ്പൊ എന്താ ചെയ്യുക, ഫോൺ എടുത്ത് ഒന്നിലെ കോൾ ചെയ്യുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യും. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് തോട്ട് വഴിയായിട്ട് മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ അത് അടിപൊളിയായിരിക്കില്ലേ? ലൈക്ക് വിത്ത് ഫോൺ എടുക്കണ്ട, നിങ്ങൾ ലൈക്ക് കോൾ ആക്കണ്ട, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ആർക്കെ മെസ്സേജ് അയക്കുന്ന ആലോചിക്കുക, ലൈക്ക് അവർക്ക് ഇന്നത് അയക്കാന്ന് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകും. ആ രീതിക്കൊക്കെ ആയിട്ട് പോകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലൈക്ക് എന്താണ് BCA എന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് BCA അങ്ങനെയായിട്ട് എന്തെങ്കിലും ഡൗട്ട്, ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടോ അങ്ങനെ ചോദിച്ചോളൂ. അടുത്തേക്ക് പോവാം. അടുത്ത നമ്മള് ലൈക്ക് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിന്റെ ലൈക്ക് മെയിൻ ആയിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻസ് പഠിക്കാം. ഇപ്പൊ ഇത്രയും നേരം ലൈക്ക് നമ്മള് എന്തിനാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ്, എന്താണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നുള്ള 2 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിന്റെ തന്നെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിനെ ബ്രോഡ്ലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നോൺ ഇൻവേഴ്സീവും മറ്റൊന്നാണ് ഇൻവേഴ്സീവും. ലൈക്ക് നോൺ ഇൻവേഴ്സീവ് പേര് കേൾക്കുമ്പോൾ ഏകദേശം പിടിക്കും. ഇൻവേഴ്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലൈക്ക് ഇപ്പോൾ സാധാരണ ഇതിന്റെ ബ്രെയിൻ വേവ്സ് ഇങ്ങനെ ലൈക്ക് ബ്രെയിൻ നല്ല എടുക്കുന്നേ. അപ്പൊ 2 വഴിയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സ്കാൽപ്പില് മറ്റേ ഒരു ഡ്രൈ ഇലക്ട്രോഡ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിന് വരുന്നത് നമുക്ക് ഇവിടുന്ന് വെളിയിൽ നിന്ന് ഡിറ്റക്ട് ചെയ്തിട്ടായിട്ട് എടുത്തിട്ട് അത് യൂസ് ചെയ്യാം. അതാണ് നോൺ ഇൻവേസീവ്. അതിന് പ്രത്യേകിച്ച് ലൈക്ക് ഓപ്പറേഷൻസോ അങ്ങനെ ഒന്നും നടത്തില്ല. സെൻസേഴ്സ് ആർ റോൺ അറ്റ് സ്കാൽപ്പിന്റെ ക്യാപ്പ്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് ഹ്യൂമൻ BCA. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ വൈഡ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നതും എല്ലായിട്ട്. മെയിൻ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ സേഫ് ആണ്. കാരണം ഇങ്ങനൊരു BCA നമ്മുടെ ഇതിലേക്ക് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലുള്ള റിസ്ക്കും ഇല്ല. നമുക്ക് ഹെൽത്ത് വഴിയാണെങ്കിലും ബാക്കി ഒരു രീതിയിലാണെങ്കിലും ഒരു രീതിയിലുള്ള റിസ്ക്കും ഇല്ല. പിന്നെ കമ്പാരിറ്റീവ്ലി ലോവർ കോസ്റ്റ് ആയിരിക്കും. ലോവർ കോസ്റ്റ് ആണെങ്കിലും ലൈക്ക് BCAക്ക് ഇപ്പോഴും കോസ്റ്റ് ഹൈ ആണ്. പക്ഷെ ഇൻവേഴ്സീവിനെ കമ്പയർ ചെയ്യുമ്പോൾ നോൺ വേഴ്സീവിന് കോസ്റ്റ് നല്ലപോലെ നിലവായിരിക്കും. പിന്നെ പോർട്ടബിൾ ആയിരിക്കും. ഇപ്പം എങ്ങോട്ടാണെ കൊണ്ടുപോകാം, ആർക്കുവേണേ ഷെയർ ചെയ്യാം, ആ രീതിയൊക്കെ ആയിട്ട്. പക്ഷേ ഇതിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോയ്സ് ആണ്. ഇപ്പോ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ സ്കിന്നിന്റെ ഉള്ളില്, സ്കള്ളിന്റെ ഉള്ളിൽ, അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മുകളിലൊരു ലൈക്ക് ഇലക്ട്രോഡ് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈ സ്കാൽപ്പ് കടന്ന് നമ്മുടെ സ്കിന്ന് കടന്ന് വേണം നമ്മുടെ വെളിയിലേക്ക് ഈ സിഗ്നൽസ് എത്താൻ. അതിനെ ക്യാപ്ചർ ചെയ്തിട്ടാണ് നമുക്ക് പ്രോസസ്സിങ്ങും സംഭവങ്ങളൊക്കെ നടത്താൻ. അപ്പോ ഇത്രയും ലൈക്ക് ഇത് കഴിയുമ്പോഴത്തേനും ഒന്നാമത് വരുന്ന വേവ്സ് ഭയങ്കര വീക്കാവും. ബ്രെയിൻ വേവ്സ് എന്ന് പറയാം. ബ്രെയിൻ വേവ്സ് നമുക്ക് EEG എന്നാ പറയാം, ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറഞ്ഞിട്ട്. ആ വേവ്സ് ഭയങ്കര വീക്കായിട്ടേ വെളിയിൽ വരത്തുള്ളൂ. അപ്പൊ അതിനെ ക്യാപ്ചർ ചെയ്തെടുക്കാൻ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പാടണം. അതേപോലെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വലിയ ഒരു എൻവയോൺമെന്റിൽ ഇരിക്കുക, കുറെ കമ്പ്യൂട്ടേഴ്സും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരിക്കുകയാണെങ്കിൽ ലൈക്ക് നമ്മുടെ ബ്രെയിൻ വേവ്സും വരും വെളിയിൽ നിന്ന്. ഇപ്പൊ ഓരോ കമ്പ്യൂട്ടേഴ്സിന്റെ അതിന്റെയൊക്കെ ആയിട്ട് ഓരോ റേഡിയേഷൻസ് വേവ്സിൽ വരുമ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ ലൈക്ക് ഏതാണ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വന്നത്, ഏതാണ് അല്ലാതെ വന്നത്, അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചെടുക്കാൻ തന്നെ ക്ലാസിഫൈ ചെയ്യാനും അതും കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് പല പല ലൈക്ക് നോയ്സ് ഉണ്ടാവും. ഇവിടെ എക്സാമ്പിൾ എടുത്തിട്ട് ലൈക്ക് ലിസണിങ് ടു എ കോൺസെർട്ട് ഫ്രം ഔട്ട്സൈഡ് സ്റ്റേഡിയം. സ്റ്റേഡിയത്തിനുള്ളിലാണെങ്കിൽ ക്ലിയർ ആയിട്ട് കേൾക്കാം, വെളിയിലാണെങ്കിൽ കേൾക്കാം. പക്ഷേ ലൈക്ക് നമുക്ക് കോൺസെർട്ടിൽ പാടുന്ന അതും കേൾക്കാം. അതിന്റെ ഒപ്പം വെളിയിലത്തെ ബാക്കി നോയ്സസും ലൈക്ക് വണ്ടിയുടെ ആയാലും ആൾക്കാരുടെ ആയാലും അങ്ങനത്തെ പല പല നോയ്സസ് കേൾക്കാം. അപ്പൊ അതിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തെടുക്കണം. ഇനി അടുത്ത വരുന്ന ഇൻവേഴ്സീവ് എന്ന് പറയും. ഇൻവേഴ്സീവ് എന്ന് കഴിഞ്ഞാൽ ഓക്കെ, ഇതിന്റെ യൂസ് എന്താണെന്നാണോ? ലൈക്ക് BCA യൂസ് എന്താണെന്നാണോ? ഓക്കെ, BCA യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈക്ക് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീസ്റ്റോറേഷൻ. ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും കൈയോ അങ്ങനെ വല്ലതുമായിട്ട് കളഞ്ഞു വെക്കാൻ അയാൾക്ക് പുതിയൊരു കൈ വെച്ച് കൊടുക്കാം, ആ രീതിക്കായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരാൾക്ക് ഹാൻഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് വേറെ റിലേ ആയിട്ട് വരും. അപ്പോൾ അയാൾക്ക് റോബോട്ടിക് ആം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ആപ്ലിക്കേഷൻ അല്ലേ. അയാൾക്ക് ആ റോബോട്ടിക് ആം ഉപയോഗിച്ച് നോർമൽ ഒരു ഹ്യൂമൻ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയായിട്ട്. പിന്നെ ഓഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഹ്യൂമന്റെ ഇപ്പോഴത്തെ നോർമൽ കേപ്പബിലിറ്റീസിനേക്കാളും കുറച്ചും കൂടെ കേപ്പബിലിറ്റീസ് കൂട്ടാൻ പറ്റും. ഇപ്പോൾ 2 കൈ യൂസ് ചെയ്യുന്നതിനേക്കാളും ലൈക്ക് 4 കൈ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻസി കൊടുക്കില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെയാണ് ഇതിന്റെ യൂസ് കേസസ് വരുന്നത്, ലൈക്ക് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിന്റെ. ഓക്കെ, മനസ്സിലായോ?
Yes. ഇതേപോലെ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാതിരിക്കുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോണേ. ചാറ്റ് ബോക്സിൽ ഇട്ടാ അല്ലെങ്കിൽ ഡയറക്റ്റ് മൈക്കോം സംസാരിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അടുത്ത നമ്മളിപ്പോ നോൺ ബസീവ് എന്താണെന്ന് എല്ലാവർക്കും ക്രിയേറ്റീവ് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ റിയാക്റ്റോ അങ്ങനെ. ഓക്കെ, അടുത്ത നമ്മള് ഇൻവേഴ്സീവിലേക്ക് പോവാം. ഇൻവേഴ്സീവ് എന്ന് പറയുന്നത് എന്താ, ലൈക്ക് ഇപ്പൊ പ്രൈവസി ഇൻവേഴ്സീവിലേക്ക് ഉള്ളിലേക്ക് എങ്ങനെ തട്ടിക്കയറ ആ രീതിക്കാണ് അർത്ഥം. ഇതിൻ്റെ അകത്തും അത് തന്നെയാ. നമ്മളിപ്പോ ബ്രെയിനിന്റെ മുകളിലായിട്ട് ആണ് വെച്ചത്, നമ്മളെ സ്കാൽപ്പിലാണ് ഇത് വെച്ചത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലൈക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ ചിപ്പ് അല്ലെങ്കിൽ ഈ സെൻസർ ഡയറക്റ്റ്ലി നമ്മുടെ ബ്രെയിനിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗുണം എന്തോന്നാ, ലൈക്ക് വെളിയിൽ നിന്നുള്ള ഒരു നോയ്സസ് ഉള്ളിലേക്ക് വരത്തില്ല. കാരണം നമ്മുടെ സ്കാൽപ്പിന്റെ ഉള്ളിൽ കൂടെയാണ് വെളുത്ത നോയ്സ് വരിക. അപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സിഗ്നൽസ് കിട്ടും, ഹൈ പ്രിസിഷനും കിട്ടും. നമ്മുടെ ബ്രെയിൻ സിഗ്നൽസ് മാത്രമേ കിട്ടത്തുള്ളൂ. ലൈക്ക് അത്യാവശ്യം ഹയർ ഫ്രീക്വൻസിയിലായിട്ട് നമ്മുടെ ബ്രെയിൻ സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കാരണം നോൺ വെസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് വഴിയൊക്കെ വരുമ്പോൾ എന്റെ സിഗ്നൽസിന്റെ സ്ട്രെങ്ത് ഭയങ്കര കുറയും. പക്ഷെ ഡയറക്റ്റ് ബ്രെയിനിലാകുമ്പോൾ അത്യാവശ്യം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സിഗ്നൽസ് അക്വയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈ പ്രിസിഷൻ ആയിരിക്കും. പക്ഷെ ലൈക്ക് ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂറോലിങ്ക് കേട്ടിട്ടുണ്ടോ നിങ്ങള്, മറ്റേ എലോൺ മാസ്കിന്റെ? Yes. ഓക്കെ, അതാണ് കറക്റ്റ് ഇൻവേഴ്സീവിന്റെ എക്സാമ്പിൾ ആണ് ന്യൂറോലിങ്ക്. അപ്പോൾ അതിന്റെ വെച്ച് അതുകൊണ്ട് ഹയർ ആക്യുറസിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ലൈക്ക് ന്യൂറോലിങ്ക് ഉപയോഗിച്ചിട്ട്. കാരണം നേരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ലൈക്ക് കമ്പ്യൂട്ടർ വേൾഡ് വൈഡ് വെബായിട്ട് കണക്ട് ചെയ്യാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അത് വെച്ച് പേഷ്യൻസിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഭയങ്കരമായ ലൈക്ക് തലവേദന അങ്ങനത്തെ ലൈക്ക് നിങ്ങളുടെ ആർട്ടിക്കിൾസ് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിടികിട്ടും. അങ്ങനത്തെ കുറച്ചൊക്കെ നെഗറ്റീവ് ഹെൽത്ത് റിലേറ്റഡ് നെഗറ്റീവ് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻവേഴ്സ് ഇപ്പോഴും ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. അതുപോലെ ലൈക്ക് ഡയറക്റ്റ് ഹ്യൂമനിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് കുറെ പെർമിഷൻസ് മേടിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് വളരെ കുറച്ച് കമ്പനീസ് മെയിനായിട്ട് ന്യൂറോലിങ്ക് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ, ലൈക്ക് ഒരു ഹ്യൂമനിലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് ഭയങ്കര ഹയർ സ്റ്റെപ്പ്. ഇൻ കേസ് നമ്മൾ ബ്രെയിനായിട്ടുള്ള ഇന്ററാക്ട് ചെയ്യുന്നത് എന്തെങ്കിലും ബ്രെയിനിന് പറ്റിപ്പോ കഴിഞ്ഞാൽ ആൾക്ക് തന്നെ അയാളുടെ ജീവൻ തന്നെ ഭയങ്കര റിസ്ക് ആയിരിക്കും. അതാണ് ഇതിന്റെ മെയിൻ പ്രോബ്ലം ആണ് ഹൈ റിസ്ക്. പിന്നെ കോംപ്ലക്സ് ആണ്. കാരണം നമ്മള് ഇപ്പോ ഈ ചിപ്പ് എന്ന് പറയുമ്പോൾ ഈ സെൻസർ എന്ന് പറയുമ്പോൾ അത് ഇവിടുന്ന് ഈ സിഗ്നൽ എടുത്ത് നമ്മളെ വെളിയിലേക്ക് അത് സിഗ്നൽസ് അയച്ച് അങ്ങനെ കുറെ പരിപാടിയില്ലേ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇതിന്റെ അത്ര ബാറ്ററി ഉണ്ടായിരിക്കണം. പിന്നെ ബ്രെയിനിൽ ഒന്നും ഇത്ര വലിയൊരു ഡിവൈസ് കൊണ്ട് വെക്കാൻ പറ്റില്ല. ലൈക്ക് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കണം. അങ്ങനത്തെ സംഭവങ്ങൾ കുറെ കോംപ്ലക്സിറ്റി ആഡ് ചെയ്ത് വരും. നമ്മുടെ ലൈക്ക് സിഗ്നൽസ് കേപ്പബിൾ ആയിട്ട് ലൈക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോ എന്താ പറയാ കമ്പ്യൂട്ടർ സംഭവങ്ങൾ പോലെ ലൈക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ള പ്രൊസസ്സറൊക്കെ ഉണ്ടായിരിക്കണം. അത് വെളിയിലേക്ക് സെൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടാവണം. അങ്ങനത്തെ എല്ലാം വരുമ്പോൾ അതിന്റെ കോസ്റ്റ് ഭയങ്കര ഹൈ ആവും. അതേപോലെ ലൈക്ക് ഇതിന്റെ ബാറ്ററീസും അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ബാറ്ററി നമുക്ക് ഇപ്പൊ ഇടയ്ക്കിടെ ലൈക്ക് സർജറി ചെയ്തിട്ട് ബാറ്ററി മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ബാറ്ററി വെക്കണം. അങ്ങനത്തെ കുറെ കോംപ്ലക്സിറ്റീസും കയറി വരും. പിന്നെ ഭയങ്കര ഹൈ കോസ്റ്റ്ലി ആയിരിക്കും. കാരണം ഒരു സർജറി നടത്തുന്ന തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ലൈക്ക് ബ്രെയിനിന്റെ ഇത് സ്കള്ളെടുത്ത് മാറ്റി അതിൻ്റെ ഉള്ളിൽ ലൈക്ക് സർജറി നടത്താതായിട്ട് പിന്നെ ഇത്രയും ചെറിയൊരു സ്കെയിലിൽ ആ സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും. ഇതുകൊണ്ട് തന്നെ ലൈക്ക് കൂടുതലും എല്ലാവരും പ്രാക്ടീസ് ലൈക്ക് എക്സ്പീരിയൻസിലായിട്ട് യൂസ് ചെയ്ത് തന്നെ നോൺ ബേഴ്സി ആയിരിക്കും. പക്ഷെ തന്നെ ആപ്ലിക്കേഷൻസ് കുറവാണ്. ലൈക്ക് കുറെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇൻവെസ്റ്റ് കോംപ്ലക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഭയങ്കര ഹൈ റിസ്ക് ആയിരിക്കും. ഇതെപ്പടി കിട്ടുമോ ഇൻവെസ്റ്റ് നോൺ ബേഴ്സിയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു BCI വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ബേസിക്കലി ഈ 4 പോയിന്റ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിഗ്നൽ അക്വിസിഷൻ. ഇപ്പോ ലൈക്ക് EEG സെൻസേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻസർ വെച്ചിട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ബ്രെയിൻ വേവ്സിനെ ഡിറ്റക്ട് ചെയ്തെടുക്കാം. അതാണ് അക്വയറിങ് സിഗ്നൽസ് ആണ്. മെയിൻലി ലൈക്ക് EEG എന്ന് പറയുന്നത് നോൺ ബേഴ്സിയിൽ വരുന്നതാണ്. അപ്പൊ അത് വെച്ച് നമ്മുടെ ബ്രെയിൻ വേവ്സിനെ ഡിറ്റക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊസസ്സറിലോ അങ്ങനെ വല്ലിട്ട് സെൻഡ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് ഈ വരുന്ന സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോയ്സസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
സംഭവം ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള സിഗ്നൽ ഉണ്ടാക്കാം. ലൈക്ക് ദ റോ സിഗ്നൽ ഈസ് ക്ലീൻ ടു റിമൂവ് നോയ്സ് ആൻഡ് കീ പാറ്റേൺസ് ആർ എക്സ്ട്രാക്റ്റഡ്. അങ്ങനെയായിട്ട് നോയ്സ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പാറ്റേൺ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എന്നിട്ട് ലൈക്ക് ഈ ക്ലീൻ ചെയ്ത് ലൈക്ക് പാറ്റേൺ ചെയ്ത സംഭവം നമ്മൾ ഒരു എയിലേക്ക് ഇട്ട് കൊടുക്കും. എയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ബ്രെയിൻ വേവ്, ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും കുറിച്ച് ഇപ്പോ ഒരു ലൈറ്റ് ഓൺ ചെയ്യണം എന്നുള്ളൊരു സാധനം ആലോചിച്ച് വിചാരിച്ചു. അപ്പോ ലൈക്ക് ആവശ്യമില്ലാത്ത നോയ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ വേവ്സ് എടുത്ത് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കൊടുക്കുമ്പോൾ അത് നോക്കും. ലൈക്ക് ഈ പേഴ്സൺ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും, ആ രീതി നമ്മൾ മുമ്പേ ട്രെയിൻ ചെയ്തിരിക്കും. അപ്പോൾ ഇപ്പൊ ലൈറ്റ് ഓൺ ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ബ്രെയിൻ വേവ്സ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്, പാറ്റേൺ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്തെടുക്കും, ഇയാൾ ലൈറ്റ് ഓൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ക്ലാസിഫൈ എടുത്തതിന് ശേഷം ഇത് നേരെ കൺട്രോൾ ഡിവൈസിലോ, എന്നിട്ട് ഇപ്പൊ ലൈറ്റ് ഓൺ ആവോ അല്ലെങ്കിൽ ഓഫ് ആവുകയാണെങ്കിൽ അത് ചെയ്യും. അപ്പൊ ഇതാണ് മെയിൻലി ഒരു BCA പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. നമ്മുടെ സിഗ്നൽ അക്വയർ ചെയ്യും, എന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്യും. ലൈക്ക് ഡയറക്ട്ലി ഇൻപുട്ട് കൊടുക്കാൻ ഒന്ന് ക്ലീൻ ചെയ്യും. എന്നിട്ട് മുമ്പേ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന എ വെച്ചിട്ട് നമ്മുടെ ഈ ബ്രെയിൻ വേവ്സിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യും. ലൈക്ക് ആ യൂസർ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഏത് ലെറ്റർ ആണെന്ന് കണ്ടുപിടിച്ചിരിക്കും, അല്ലെങ്കിൽ ഏത് വേർഡാന്ന് കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെയായിട്ട് എന്നിട്ട് കൺട്രോൾ ഡിവൈസ് വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും വേർഡ് ആണെങ്കിൽ ആ വേർഡ് ടൈപ്പ് ചെയ്ത് വരിക, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പൊ എന്തെങ്കിലും വീൽ ചെയർ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ അത് അങ്ങനത്തെ ലൈക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരും. ഇത് ഓക്കെയോ? ഇത് മനസ്സിലായോ? അടുത്തിലേക്ക് അടുത്താണ് ലൈക്ക് ലാംഗ്വേജ് ഓഫ് ബ്രെയിൻ. ഇപ്പോൾ നമ്മളിപ്പോ മലയാളത്തിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അങ്ങനെ കേട്ടില്ലേ. അതേപോലെ തന്നെ ബ്രെയിനിനും അതിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ട്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ BCA എന്ന് പറയുമ്പോൾ ലൈക്ക് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ബ്രെയിൻ വേവ്സ് ഡിറ്റക്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറയും. പക്ഷേ ജസ്റ്റ് ഈ ബ്രെയിൻ വേവ്സിനെ ഡിറ്റക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഇപ്പോൾ എക്സാമ്പിൾ അനശ്വര എടുക്കും ദിവസം എനിക്ക് ഇപ്പൊ അനശ്വര എന്താണ് ആലോചിക്കുന്നത് അങ്ങനെ സംഭവം എനിക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ലൈക്ക് എന്താണ് ആലോചിക്കുന്നത് നേരെ എനിക്ക് വായിച്ചെടുക്കാനോ ലൈക്ക് അങ്ങനത്തെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ, ഇപ്പൊ ഇന്ന പാറ്റേൺ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ക്ലാസിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് BCA യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ ബ്രെയിനിലേക്ക് EEG സിഗ്നലിലേക്ക് ആ ഒരു സെൻസർ വെച്ച് നിർത്തി നിങ്ങൾ ആലോചിക്കുന്ന സാധനങ്ങളെല്ലാം എനിക്ക് ചോർത്തെടുക്കാൻ പറ്റും അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുന്ന ബ്രെയിൻ വേവ്സ് കിട്ടും, ആ ബ്രെയിൻ വേവ്സ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അത്രേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് പാരന്റൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വരുന്നത് ഈ 3 സംഭവമാണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ മോട്ടോർ ഇമാജിനേഷൻ, 2 P300 ഓഡ് ബോൾ എന്ന് പറയും, പിന്നെ SSVEP എന്ന് പറയും. നമുക്ക് ഇതിനെ കുറിച്ച് മെയിനായിട്ട് ലൈക്ക് കൂടുതൽ ഡെപ്തിലായിട്ട് നോക്കാം. ഈ മോട്ടോർ ഇമാജിനറി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഇപ്പൊ ഒരു സർജന് 3ാമതിലെ 4ാമതൊരു കൈ കൊടുക്കാന്നുള്ള ഇത് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ഈ കൈ കൺട്രോൾ ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യും ഇങ്ങനെ ഒരു നമുക്ക് എക്സ്ട്രാ ഒരു ഹാൻഡ് ഉണ്ട്, എന്നിട്ട് നമ്മൾ തന്നെ റൈറ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റിലേക്കാണ് അങ്ങനെ മൂവ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ ഒരു ബ്രെയിൻ വേവ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ അതിങ്ങനെ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു എന്റെ ഹാൻഡിനെ ലെഫ്റ്റിലേക്ക് മൂവ് വേണ്ടി ഇമാജിൻ ചെയ്തു. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ അത് ലെഫ്റ്റിലേക്കാണെന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റിലേക്കാണെന്ന് ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം ഈ സെയിം സംഭവം തന്നെ ആലോചിക്കുമ്പോൾ ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണെന്ന് പിടികിട്ടിയിട്ട് ലൈക്ക് BCA അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റിലേക്കാണ് ആലോചിച്ചെങ്കിൽ റൈറ്റിലേക്ക് പോകും, ലെഫ്റ്റിലേക്കാണ് ആലോചിച്ചെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകും. അങ്ങനെ ഇതാണ് മെയിനായിട്ട് കേഴ്സേഴ്സ്, ലൈക്ക് മൗസിന്റെ ഇത് കൺട്രോൾ ചെയ്യാനും വീൽ ചെയർ കൺട്രോൾ ചെയ്യാനും അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ മോട്ടോർ ഇമേജറി എന്ന് പറഞ്ഞ സംഭവം. പിന്നെ അടുത്ത തന്നെ P300 ഓഡ് ബോൾ എന്ന് പറയുന്നത്. ലൈക്ക് P300 ഓഡ് ബോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും നിങ്ങൾ മെജീഷ്യൻസ് ഒക്കെ കണ്ടിട്ടില്ലേ? ലൈക്ക് ഇപ്പൊ അവരെ നിങ്ങളുടെ അടുത്തൊരു 1നും 10നും ഇടയിൽ 1നും 100നും ഇടയ്ക്ക് ഒരു നമ്പർ ആലോചിക്കാൻ പറയും. എന്നിട്ട് ലൈക്ക് അവർ ആ നമ്പർ ഗസ് ചെയ്തെടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ എവിടെയെങ്കിലൊക്കെ ആയിട്ട്? ഈ മാജിക് ഷോസിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ പെർഫോം ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ? അതിന്റെ ഏകദേശം സിമിലർലി വരും ഈ P300 ഓഡ് ബോൾ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ അടുത്തൊരു 1നും 10നും ഇടയ്ക്ക് ഒരു നമ്പർ ആലോചിക്കാന്ന് പറയും. ഞാൻ ഇപ്പൊ ഏകദേശം ഒരു 7 ആണ് ആലോചിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു സ്ക്രീനിൽ 0, 1, 2, 3, 4, 5 അങ്ങനെ ഓരോന്നിങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ വന്നു പോകും.
അപ്പൊ പെട്ടെന്ന് 7 എന്നുള്ള നമ്പർ വരുമ്പോൾ നമ്മൾ അതല്ല ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നമ്പർ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ നമ്പറിനെ കടന്ന് ഓ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച നമ്പർ, അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാവും, ഒരു ക്ലിപ്പ് ഉണ്ടാവും. ആ റിയാക്ഷനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യുന്നതിന്റെ പേരാണ് P300 ഓഡ് ബോൾ എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും റെയർ ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്ത സംഭവം നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ്സ് എന്താണ് വരുന്നത് അത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ ആ ബ്രെയിൻ വേവ്സ് പുറപ്പെടുവിക്കുമ്പോൾ ഇപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ 7 എന്ന് അങ്ങനെ ആലോചിക്കുമ്പോൾ ആ സെയിം ബ്രെയിൻ വേവ്സ് ആയിരിക്കും പോകും. അപ്പൊ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് അത് വെച്ച് നമ്മൾ 7 ആണ് ഉദ്ദേശിക്കുന്നത് 7 ടൈപ്പ് ചെയ്യാനും അങ്ങനെ സംഭവങ്ങളൊക്കെ ഈ P300 ഓഡ് ബോൾ എന്നുള്ള ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത വരുന്ന SSVEP എന്ന് പറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ സ്ക്രീനിലൊരു 2 ലൈറ്റ് ഉണ്ടായിരിക്കും. ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ 10 സെക്കൻഡ് 10 പ്രാവശ്യം ഓരോ മിനിറ്റിലും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അടുത്തെന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു ലൈറ്റിലേക്ക് ഇപ്പൊ 10 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം 1-2 പ്രാവശ്യം ഓക്കെ പെട്ടെന്ന് ഇങ്ങനെ ബ്ലിങ്ക് ആകുന്നൊക്കെ എപ്പോഴും ബ്ലിങ്ക് ആകുന്ന കത്തത്തില്ല. പിന്നെ അടുത്ത 3-ാമത്തെ പ്രാവശ്യം തൊട്ട് ഇപ്പൊ ബ്ലിങ്ക് ആവും. ലൈക്ക് ആ രീതിക്ക് ആ പാറ്റേൺ പിടികിട്ടും നമുക്ക്. അപ്പൊ ആ പാറ്റേൺ വെച്ചിട്ട് ലൈക്ക് ആ ബ്രെയിൻ വേവ്സ് ഓരോ പ്രാവശ്യം ബ്ലിങ്ക് ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സിഗ്നൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രെയിൻ വേവ്സ് ഇതിനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് കാറ്റഗറൈസ് ആയിട്ട് ഇപ്പൊ 4 ബൾബ് കൊടുത്തിരിക്കുകയാണ്, 4 ഫ്രീക്വൻസിയിലാണ് കത്തുന്നതെങ്കിൽ നമ്മളിപ്പോ ഓരോ ഇതിലേക്ക് നോക്കിയിരിക്കും നമ്മൾ ഓരോ രീതിക്കായിരിക്കും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതാണ് SSVEP എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അടുത്തതിൽ. എന്തെങ്കിലും ഡൗട്ട് സംതിങ് എല്ലാം ചേർത്ത് നമുക്ക് മോട്ടോർ ഇമേജിനെ കുറിച്ച് കുറച്ചും കൂടെ ഡെപ്തിലേക്ക് പോവാം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിൻ മൂവിങ് യുവർ ലെഫ്റ്റ് ഹാൻഡ് വിഷസ് യുവർ റൈറ്റ് ഹാൻഡ് ട്രേസ് ഡിഫറെന്റ് മെഷറബിൾ EEG പാറ്റേൺസ്. ഇപ്പൊ നിങ്ങൾ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യാൻ റൈറ്റ് ഹാൻഡ് ഇപ്പോൾ ഞാൻ ആയെന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യുമ്പോഴും ലൈക്ക് നമ്മൾ ഡിഫറെന്റ് രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇതിപ്പോ ഞാൻ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യാൻ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ചിന്തിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും 2 രീതിയിലാണ് നമ്മൾ ബ്രെയിൻ ചിന്തിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള EEG പാറ്റേൺസ് ആയിരിക്കും ഉണ്ടായി വരാം. അപ്പൊ ഇതിൻ്റെ അകത്ത് ലൈക്ക് ഒരു വീൽ ചെയറിനാണെങ്കിൽ ഇപ്പോ ജസ്റ്റ് ഞാൻ കണ്ണാടി ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പൊ വീൽ ചെയർ ഇരിക്കുവാണെങ്കിൽ ലൈക്ക് എനിക്ക് വീൽ ചെയർ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യണം അങ്ങനെയായിട്ട് ആലോചിക്കും. നമ്മൾ ആക്ച്വലി നമ്മളൊന്നും മൂവ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ മൂവ് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പൊ ആ തോട്ട് പ്രോസസ്സിന്റെ ആ ഒരു ഇൻവേവ്സിനെ വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യും AI എടുത്തിട്ട്. ലൈക്ക് ഇപ്പൊ ആലോചിച്ചിരിക്കുമ്പോൾ ഈ ബ്രെയിൻ വേവ്സ് ലൈക്ക് ഡിറ്റക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ആക്ച്വൽ ഒരു വീൽ ചെയറിൽ അങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യണം അല്ലെങ്കിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ആ ഡിവൈസ് കണ്ടുപിടിക്കാൻ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യാൻ റൈറ്റിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലൈക്ക് ഒരു സ്ക്രീനിലെ മൗസിനും അതേപോലെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് മോട്ടോർ ഇമാജിനറി എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി ഇല്ലാത്തൊരു സംഭവത്തിന് നമ്മൾ ഇമാജിൻ ചെയ്യും. നമുക്കൊരു തേർഡ് ഹാൻഡ് ഉണ്ടെന്നുള്ള രീതിക്ക് ഇമാജിൻ ചെയ്തിട്ട് ആ ബ്രെയിൻ വേവ്സ് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യും. പിന്നെ അടുത്ത P300 സ്പെല്ലർ. നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ഒരു ഓഡ് ബോൾ സിഗ്നൽ. ഇപ്പോ പെട്ടെന്ന് ഇപ്പോ നിങ്ങൾ കോളേജിൽ പോയി വിചാരിച്ചു, നിങ്ങൾ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പൊ പെട്ടെന്ന് ആ ഒരാളെ കാണുമ്പോൾ അവിടെ ലൈക്ക് അവരെ കണ്ടു എന്നുള്ള രീതിക്ക് പെട്ടെന്നൊരു ദെയർ ഹീസ് അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ വരുമല്ലോ. അപ്പൊ അവരുടെ ബ്രെയിൻ പെട്ടെന്നൊരു സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോൾ ലൈക്ക് കൂടുതൽ ബ്രെയിൻ വേവ്സ് ഒരു പ്രത്യേക ബ്രെയിൻ വേവ്സ് വെളിയിലേക്ക് വിടും. അത് വെച്ചിട്ട് ലൈക്ക് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു ഹലോ എന്നുള്ളൊരു വേർഡ് ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൈക്ക് H എന്നുള്ള ഒരാലേക്ക് നമുക്കിപ്പോ ഒരു സ്ക്രീൻ ഇങ്ങനെ നമ്പേഴ്സ് ലെറ്റേഴ്സ് ഇങ്ങനെ വന്നിരിക്കുക. പെട്ടെന്ന് H വരുമ്പോൾ നമ്മുടെ ബ്രെയിന് പെട്ടെന്നൊരു ഫ്ലിപ്പ് എന്നുള്ള രീതിക്കായിട്ട് വരും. ആയിരിക്കും നമ്മൾ H ആണ് ആലോചിക്കുന്ന കമ്പ്യൂട്ടറിന് വീട്. അപ്പൊ H കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ E ആണ് ആലോചിച്ചെങ്കിൽ പെട്ടെന്ന് E ലേക്ക് സ്റ്റാക്ക് ആവും. അങ്ങനെ നിങ്ങൾക്ക് ഒരു വേർഡ് ടൈപ്പ് ചെയ്യാനും അങ്ങനത്തേനൊക്കെയാണ് ഈ P300 സ്പെല്ലർ യൂസ് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ ആലോചിച്ചെടുക്കുന്ന ആ ഒരു വേർഡ് അല്ലെങ്കിൽ ഇന്നൊരു സാധനത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് വെച്ച് ഇതാക്കുന്നത്. പിന്നെ അടുത്ത SSVEP ഉദ്ദേശിക്കുന്ന സ്റ്റഡി സ്റ്റേറ്റ് വിഷ്വലി ഇൻവോക്ഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും. എന്നാണ് ഇപ്പൊ ഒരു സ്റ്റഡി ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഇടണം, ഇപ്പൊ 10 ഫ്രീക്വൻസി 10 ഫ്രീക്വൻസി അല്ലെങ്കിൽ ലൈക്ക് അങ്ങനത്തെ ഒരു ഇതിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനായിട്ട് അഡ്ജസ്റ്റ് ആവും. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇപ്പൊ നിങ്ങളുടെ തലയിലേക്ക് ഓരോ തുള്ളി ഓരോ സെക്കൻഡ് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വീണ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിരിക്കും, പിന്നെ അടുത്ത് നിങ്ങൾക്ക് വിടുന്ന അറിയാം. ലൈക്ക് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ പാറ്റേൺ പിടിയിട്ടില്ലേ, ആ പാറ്റേൺ അല്ലെങ്കിൽ ആ റിതം വെച്ചിട്ട് നമ്മുടെ ഇതിനെ ട്രെയിൻ ചെയ്യും, നമ്മുടെ എനെ ട്രെയിൻ ചെയ്യും. അങ്ങനെയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ മൂന്നെണ്ണത്തിൽ വെച്ചിട്ടായിട്ട്? ലൈക്ക് മോട്ടോർ ഇമേജിനറിയോ P300 ഓട്ട് ബോളോ SSDEP ആയിട്ട് ഇങ്ങനെ ഡൗട്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാൻ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം കേട്ടോ. സാർ ഇപ്പോ പറഞ്ഞത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യൂ, കേൾക്കുന്നില്ലായിരുന്നു. ആണോ? ലൈക്ക് ഈ മൂന്ന് സാധനമാണോ അതോ? അതെ സാർ, ഈ മൂന്നെണ്ണം. ഓക്കെ ഫസ്റ്റ് ഷോർട്ടാക്കി പറഞ്ഞാൽ മോട്ടോർ ഇമേജ് ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ ഓഡിബിൾ ആണോ ഞാൻ? യെസ് സർ. ഓക്കെ, മോട്ടോർ ഇമേജിനറി എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് ഓൾറെഡി ഇല്ലാത്തൊരു ലിംബ്, ഇപ്പോ തേർഡ് ഹാൻഡ് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്യാൻ നമ്മൾ ഇമാജിൻ ചെയ്യും. അപ്പൊ ആ ഇമാജിൻ ചെയ്യുന്ന അപ്പൊ ഒരു ബ്രെയിൻ വേവ്സ് ക്രിയേറ്റ് ആവില്ലേ? ഇപ്പൊ ഞാൻ ഒരു ഇമാജിൻ എനിക്ക് തേർഡ് ഹാൻഡ് ഉണ്ടെന്ന് വെച്ചാൽ ആ തേർഡ് ഹാൻഡ് ഇപ്പൊ റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ ഇമാജിൻ ചെയ്യുമ്പോൾ അപ്പോൾ ലൈക്ക് ഒരു ബ്രെയിൻ വേവ്സ് ഇതാവും. നമ്മൾ അതിനെ ക്യാപ്ചർ ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ആ ക്യാപ്ചർ ചെയ്ത് വെച്ച് ആ ഇതിനെ നമ്മുടെ ഹാൻഡ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഇത് അസൈൻ ചെയ്യും. പിന്നെ ഞാൻ സെയിം സംഭവം തന്നെ ഞാൻ എൻ്റെ തേർഡ് ഹാൻഡ് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ലൈക്ക് അതിനെ നമ്മൾ ആ ബ്രെയിൻ വേവ്സിനെ ക്യാപ്ചർ ചെയ്ത് നമ്മൾ ഇതിനെ റൈറ്റ് എന്നുള്ള രീതിക്ക് അസൈൻ ചെയ്ത് വെക്കും. അങ്ങനെ ഒരു 10-50 പ്രാവശ്യം നമ്മൾ ആലോചിക്കുന്ന സംഭവം ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മളൊരു തേർഡ് ആം വെക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മളിപ്പോ ഈ ട്രെയിൻ ചെയ്ത് വെക്കുമല്ലോ, ഞാൻ അറിയില്ലേ ഓരോ നമ്മളിപ്പോ ഇങ്ങനെ ആലോചിക്കുന്ന ക്യാപ്ചർ ചെയ്യുന്നല്ലേ, ക്യാപ്ചർ ഇപ്പൊ ലെഫ്റ്റിലേക്കാണ് റൈറ്റിലേക്കാണ് അങ്ങനെ അസൈൻ ചെയ്യുന്നത് നമ്മൾ ഈ റോബോട്ടിക് ആറിന് കൊടുക്കും. അപ്പൊ നമ്മൾ ഈ റോബോട്ടിക് ആം ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ റൈറ്റിലേക്ക് പോകാൻ വേണ്ടി ആലോചിക്കുമ്പോൾ അത് നമ്മുടെ ഈ BC ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മുടെ ഇത് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്, നമ്മുടെ തേർഡ് ആം റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക്, ആ രീതിക്ക് ആയിട്ട് വരും. അത് ഓക്കെ ആണോ? അടുത്ത P300 ഓട്ട് ബോൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ അൺഎക്സ്പെക്ടഡ്ലി എന്തെങ്കിലും കാണുമോ എന്ന് വിചാരിച്ചു. ഇപ്പൊ പെട്ടെന്ന് നമ്മള് ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ഒരു മെജീഷ്യൻ അങ്ങനെ ആയിട്ട് വന്നാണെങ്കിൽ ഇപ്പൊ ഒരു ആദികൃഷ്ണൻ അടുത്ത് ഞാൻ ഒരു 1-നും 10-നും ഇടയ്ക്ക് ഒരു നമ്പർ ചോദിച്ചു വിചാരിച്ചു, ലൈക്ക് പറയാൻ വേണ്ടി ലൈക്ക് മനസ്സിലാലോചിക്കേണ്ടി. ഇപ്പൊ ഒരു 7 അല്ലെങ്കിൽ 8 അങ്ങനെയാണ് ഒരു നമ്പർ ആലോചിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ലൈക്ക് അയാളിങ്ങനെ പറയും ലൈക്ക് തിങ്കളാഴ്ച 1, 2, 3 അങ്ങനെ എണ്ണി പോകുമ്പോൾ ലൈക്ക് പെട്ടെന്ന് നമ്മൾ ആലോചിച്ച നമ്പർ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ലൈക്ക് ആക്ട് ചെയ്യും. അത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിലും അത് ആ റിയാക്ഷൻ വരും. ഇപ്പൊ നിങ്ങളുടെ ചിലപ്പോൾ ലൈക്ക് കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നതിന്റെ ഇത് വ്യത്യാസം വരാം, അങ്ങനെ എന്തെങ്കിലും ഒരു ക്യൂ ഉണ്ടാവും. അതേപോലെ നമ്മുടെ ബ്രെയിനും നമ്മൾ ഉദ്ദേശിച്ച സംഭവം വരുമ്പോൾ നമ്മുടെ ബ്രെയിനിനകത്ത് ഒരു ഡിഫറെന്റ് ലൈക്ക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ആ വേവ്സ് ലൈക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വെച്ചിട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതാണ് P300 ഓട്ട് ബോൾ. അത് പിടികിട്ടിയോ? ഇത് ഉപയോഗിക്കുന്ന ലൈക്ക് ടൈപ്പിംഗ് അങ്ങനത്തെ സംഭവമുള്ള. ഇനി SSVEP എന്ന് പറയുന്നത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പാറ്റേൺ, ഇപ്പൊ എന്തെങ്കിലും ഒരു ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പിടികിട്ടും ലൈക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിന് അതൊട്ട് അഡ്ജസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ പ്രാവശ്യം ലൈറ്റ് അപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിനിൽ നിന്നൊരു വേവ്സ് വെളിയിലേക്ക് വരും, ഒരു സ്പെഷ്യൽ പാറ്റേൺ ഓഫ് വേവ് വെളിയിലേക്ക് വന്നിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമ്മളിപ്പോ 2 ബൾബ് വെച്ച് ഒരെണ്ണം ഇങ്ങനെ 5 സെക്കൻഡിൽ ബ്ലിങ്ക് ചെയ്യും, ഓരോന്നും ഓരോ 10 സെക്കൻഡിൽ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഏത് ലൈറ്റിലേക്കാണ് നോക്കുന്നത് എന്നുള്ള നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് അങ്ങനത്തെ രീതിയിലുള്ള കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എവിടെ കിട്ടിയോ? അപ്പൊ അതാണ് മോട്ടോർ ഇമാജിനറി P300 ഓട്ട് ബോൾ SSVEP എന്ന് പറയുന്നത്. ഇത് ലൈക്ക് 3 രീതിയാണ് നമ്മുടെ BCA യൂസ് ചെയ്യാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്ത BCA ട്രാൻസ്ലേറ്റർ. ഇപ്പൊ നമ്മളിപ്പോ ബ്രെയിനിൽ ഇങ്ങനെ ആലോചിച്ചു, അപ്പൊ നമ്മള് ഈ 3 ടൈപ്പ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞു, മോട്ടോർ ഇമേജിന്റെ P300 ഓട്ട് ബോൾ SSVEP എന്ന്. നമ്മൾ അതിന്റെ കാറ്റഗറൈസ് ചെയ്യുന്നു. പക്ഷെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു? ലൈക്ക് ഓബിയസ്ലി നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ് എന്നുള്ള 2 സംഭവങ്ങളാണ്. എസ്പെഷ്യലി ലൈക്ക് ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഇതുണ്ട്, ഒരു എന്തായിരുന്നു ഡീപ് ഫോർനെറ്റ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ്
ഡീപ്പ് ലേണിംഗ് മെത്തേഡ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ PCA റിലേറ്റഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ഡീപ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വേവ്സിനെ വെച്ചിട്ട് ബ്രെയിൻ വേവ്സ് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം സ്പെസിഫിക്കലി ഉണ്ടാക്കിയ ഒരു ഡീപ്പ് ലേണിംഗ് മോഡലാണ് ഡീപ് ഫോർവേഡ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് 4 ലെയേഴ്സ് ഉണ്ടാവും, ആ രീതിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിന് നമ്മുടെ ബ്രെയിൻ വേവ്സിന്റെ ലൈക്ക് പാറ്റേൺസ് അങ്ങനെല്ലാം റെക്കഗ്നൈസ് ചെയ്യാൻ ഭയങ്കര ആക്യുറേറ്റ് ആണ് ബാക്കി ഡീപ്പ് ലേണിംഗ് മോഡലിനേക്കാൾ. ഇപ്പോൾ ട്രെയിനിങ്ങിന്റെ ഒരു സംഭവം ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു യൂസർ ലെഫ്റ്റ് എന്നുള്ള സംഭവം ഒരു 50 വർഷം ആലോചിച്ചു വിചാരിച്ചു. 50 വർഷം ലെഫ്റ്റിലേക്ക് അങ്ങനെ 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 ആലോചിക്കുമ്പോൾ ലൈക്ക് ആ നമ്മൾ ആലോചിക്കുന്ന ആ അത്രയും ബ്രെയിൻ വേവ്സ് നമ്മളിപ്പോ ഈ സിഗ്നൽസ് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ സിഗ്നൽസ് നമ്മളൊരിടത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് അതിനെല്ലാം ലെഫ്റ്റിലേക്കാണെന്നുള്ള കാര്യം ഇങ്ങനെ അസൈൻ ചെയ്ത് വെക്കും. അസൈൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ എന്നെ ട്രെയിൻ ചെയ്യും. ലൈക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ലെഫ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ റൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് പോകുന്നതാണ് ആലോചിക്കുന്നത്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം ഈ മോഡലിനെ ട്രെയിൻ ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം നമ്മളിപ്പോ ലെഫ്റ്റ് എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ലൈക്ക് ഈ സിഗ്നൽ നമ്മുടെ ഈ ഡീപ്പ് ലേണിംഗ് മോഡലിലേക്ക് പോകും. എന്നിട്ട് ഈ സിഗ്നലിനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കുക. ലെഫ്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്, റൈറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്, നേരെ പോകാനാണോ ബാക്കിലേക്ക് പോകാനാണോ, അങ്ങനെ എന്താ ഉദ്ദേശിച്ചത് അനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിൻ വേവ്സിന് ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ. നമ്മൾ ലെഫ്റ്റിലേക്ക് എത്തുമ്പോൾ ഒരു രീതിയായിരിക്കും, റൈറ്റിലേക്ക് ആലോചിക്കുന്ന വേറെ രീതിയിലായിരിക്കും, ബാക്കിലേക്ക് ആലോചിക്കുന്ന വേറെ രീതിയിലായിരിക്കും. അങ്ങനെ നമ്മൾ ആ ക്ലാസിഫൈ ചെയ്ത് വന്നിട്ട് ഇപ്പൊ ലെഫ്റ്റിലേക്കാണ് നമ്മൾ ആലോചിക്കുന്നത്, നമ്മുടെ ലൈക്ക് വീൽ ചെയറോ അല്ലെങ്കിൽ ലൈക്ക് എന്താണോ അത് ലെഫ്റ്റിലേക്ക് ആ രീതിക്ക്. അങ്ങനെ നമ്മുടെ മെഷീൻ ലേണിംഗ് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ലൈക്ക് ലെഫ്റ്റും റൈറ്റും ബാക്കും അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോ പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണെങ്കിൽ ലൈക്ക് ഇത് വല്ലാത്തൊരു ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് പോകും. ലൈക്ക് നമ്മൾ ഇതിന്റെ അകത്തുള്ള ഒന്നും കാറ്റഗറി അല്ല നമ്മൾ വേറെ എന്താണോ ആലോചിച്ചുള്ള ഇതൊക്കെയായിട്ട് അങ്ങനെ ആയിട്ടും. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇപ്പൊ ഒരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിന് എന്തെങ്കിലും സംഭവം വെച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ അതിനെ കുറിച്ച് തന്നെ ആലോചിക്കണമെന്നില്ലല്ലോ. നമ്മളിപ്പോ അത് വെച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഫുഡിനെ കുറിച്ച് ആലോചിക്കാം, അല്ലെങ്കിൽ നാളെ ഇങ്ങോട്ടേ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അങ്ങനത്തെ ഒക്കെ സിഗ്നൽസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം പറഞ്ഞാൽ അത് കാറ്റഗറൈസ് ചെയ്യേണ്ട. ഇപ്പൊ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകാൻ ചെയ്തത് നമ്മളിപ്പോ നാളെ ഇങ്ങോട്ടാ പോകേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ വീൽ ചെയർ ലെഫ്റ്റിലേക്ക് പോയി അത് ശരിയാവില്ലല്ലോ. ലൈക്ക് അത് പ്രോപ്പർ ഇതല്ലല്ലോ. അപ്പൊ അതിനായിട്ട് നമ്മൾ ഡിഫോൾട്ട് എന്നൊരു വാല്യൂ കൂടെ കൊടുക്കും. ലൈക്ക് നമ്മൾ ഇതൊന്നും അല്ല ആലോചിച്ചുള്ള ഇതിക്കായിട്ട് അങ്ങനെയായിട്ട്. ഇനി ഇതെവിടെ കിട്ടിയോ VC എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ സിഗ്നൽസിനെ. ഇനി അടുത്തത് ലൈക്ക് നമ്മുടെ BC ട്രാൻസ്ലേറ്ററിന് വരുന്ന ഏറ്റവും മേജർ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ 3 ചലഞ്ചസ് ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ സിഗ്നൽ ടു നോയിസ് റേഷ്യോ. ഇപ്പോ ഇത് മെയിനായിട്ട് നോൺ ഇൻവേഴ്സീവിന് വരുന്നത് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിൽ വെക്കുന്ന സെൻസേഴ്സിനെ വരുന്നത്. കാരണം ലൈക്ക് ഉള്ളിൽ നിന്ന് വരുന്ന സിഗ്നൽ ലൈക്ക് ഭയങ്കര വീക്ക്, എക്സ്ട്രീംലി വീക്ക് ആയിരിക്കും. അപ്പൊ അത് നമ്മുടെ ചുറ്റിലുള്ള ഇലക്ട്രിക് ഡിവൈസസ് ഒക്കെ ആയിട്ട് ഇന്റർഫിയർ ചെയ്യുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് കാറ്റഗറൈസ് ചെയ്യില്ല. എന്താണ് നമ്മുടെ ബ്രെയിൻ ആലോചിച്ച് എന്താണ് വെളിയിൽ വന്ന സിഗ്നൽ എന്നുള്ളത് ഇതാക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഹൈ നോയിസ് വരും. അങ്ങനത്തെ സിഗ്നൽസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഇതിൽ നമ്മുടെ ആക്യുറസി ഭയങ്കര കുറവായിരിക്കും. നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ നടക്കണമെന്നില്ല അങ്ങനെയായിട്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോ ഇന്റർ സബ്ജക്ട് വേരിയബിലിറ്റി എന്നുള്ള രീതിക്കായിട്ട്. ഇപ്പോ അത് ഇതിന്റെ മേജർ ചലഞ്ചാണ് ലൈക്ക് ഇന്റർ സബ്ജക്ട് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു സാധനത്തിനെ കുറിച്ച് ആലോചിക്കുന്നതായിരിക്കില്ല വേറൊരാൾ ആലോചിക്കുന്നത്. ഇപ്പോ ഞാനിപ്പോ എനിക്കിഷ്ടമുള്ള ഒരു പാട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ആലോചിക്കുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും, വേറൊരാൾ ആലോചിക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ലെഫ്റ്റിലേക്ക് തിരിയാന്നുള്ള ആലോചിക്കുന്ന സെയിം സംഭവം ആയിരിക്കും ഇപ്പൊ രമ്യത അല്ലെങ്കിൽ അനുശ്വര ലെഫ്റ്റിലേക്ക് തിരിയാൻ ആലോചിക്കുന്നത്. അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിന് കംപ്ലീറ്റ്ലി ലൈക്ക് ഡിഫറെന്റ് രീതിയിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ AI മോഡലിനെ ഓരോ സെപ്പറേറ്റ് ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യേണ്ടി വരും. അത് ഭയങ്കര ഒരു പാടായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. കാരണം ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഡിവൈസ് മേടിച്ചു വിചാരിച്ചോ, ആ ഡിവൈസ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളതിന്റെ പിന്നാലെ ഒരു മണിക്കൂർ നടക്കണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കില്ലേ. ലൈക്ക് 1 മണിക്കൂർ നിങ്ങൾ അതിനകത്ത് സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം ആ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരും. ഓരോ സബ്ജക്ട് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് നിങ്ങളുടെ ഫ്രണ്ടിനോട് ഞാൻ ഫ്രണ്ടിന് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ആ ഫ്രണ്ട് ഉപയോഗിക്കുന്ന രീതി വ്യത്യാസിക്കുക. അപ്പൊ ഓരോരുത്തർക്കും യുണീക്ലി ട്രെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ലൈക്ക് സിഗ്നൽസിന് ലൈക്ക് ഒരു സ്റ്റെബിലിറ്റി ആണല്ലേ. ഇപ്പൊ നിങ്ങൾ പെട്ടെന്നൊരു പരീക്ഷ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സംഭവം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന രീതിയും
നിങ്ങൾ ഭയങ്കര കാമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന രീതി നല്ല വ്യത്യാസം. ഇപ്പൊ ഭയങ്കര ഇമോഷണലി ഭയങ്കര സ്ട്രെസ്ഡും അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഭയങ്കര ടർബുലന്റ് ആയിരിക്കും നിങ്ങളുടെ ബ്രെയിൻ വേവ്സ് വരുന്നത്. അതുകൊണ്ട് ലൈക്ക് എ മോഡൽ മര്യാദയ്ക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ചിലപ്പോ നിങ്ങൾ ലെഫ്റ്റിലേക്ക് പോകാന്നാലേക്ക് ചിലപ്പോൾ റൈറ്റിലേക്ക് പോകാം, ചിലപ്പോൾ ഒന്നും നടക്കാതിരിക്കാം. അങ്ങനത്തെ കുറെ ചലഞ്ചസ് വരും. ലൈക്ക് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരേ പോലെ ഇപ്പൊ എപ്പോഴും ഒരാളിപ്പോ എപ്പോഴും ശാന്തമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ ശാന്തമായിട്ടിരിക്കാം, ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കാം. പല പല മൂഡിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പല പല ടൈപ്പിലേക്ക് നമ്മുടെ ബ്രെയിൻ വേവ്സ് ചെയ്താകുന്നത്. അപ്പൊ അതിനെ അനുസരിച്ച് ട്രെയിൻ ചെയ്യുന്ന ഒരു tedious ടാസ്ക് ആയിരിക്കും. അടുത്തത് BCI ഇൻ ആക്ഷൻ. നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലൈക്ക് ചലഞ്ചസ് പറഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ സിഗ്നൽ നോയ്സ് റേഷ്യോയോ ഇന്റർസെപ്റ്റ് വേരിയബിലിറ്റിയോ അല്ലെങ്കിൽ ഇമോഷൻസ് ആയിരുന്നു മാറുന്നത്, എന്തിനും ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ടിലെന്നിരിക്കുന്നു. ഇനി അടുത്ത BCI ഇൻ ആക്ഷൻ. നമ്മൾ ഇത്രയും ലൈക്ക് ആദ്യം BCI എന്താന്ന് നോക്കി, എന്തിനാണ് BCI യൂസ് ചെയ്യുന്നത് നോക്കി, ലൈക്ക് അടുത്ത BCIന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ ഇൻവേഴ്സീവ് നോൺ ഇൻവേഴ്സീവ് എന്നുള്ള രീതിക്ക് നോക്കി. പിന്നെ എങ്ങനെയാണ് ഒരു BCI വർക്ക് ചെയ്യുന്നതെന്ന് നോക്കി, എങ്ങനെയാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്ന 3 മെത്തേഡ്സ് നോക്കി. പിന്നെ എങ്ങനെ ആ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ആ സിഗ്നൽസ് നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നുള്ള രീതിക്ക് നോക്കി. അതിന്റെ ചലഞ്ചസ് നോക്കി. ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് മെയിനായിട്ട് നോക്കുന്നത്. ഇതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് മെഡിക്കൽ ആൻഡ് അസിസ്റ്റീവ് ടെക്നോളജിയിലാണ്. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലുള്ള ഒരാൾക്കാണെങ്കിൽ കൈ അങ്ങനെ അനക്കാൻ പറ്റാത്തതുകൊണ്ട് ബ്രെയിൻ വഴി ആലോചിച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് അപ്പുറത്തെ റൂമിലേക്കാണ് അങ്ങനെയൊക്കെ ഓരോ ചെറിയ ടാസ്കിനും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് കുറെ കാര്യം സ്വയം ചെയ്യാൻ അങ്ങനത്തെ ഒരാൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര വലിയൊരു പോസിറ്റീവ് സൈഡ് ആയിരിക്കും. എല്ലാത്തിനും ഒരാളെ റിലേ ചെയ്യുന്നതിന് വരെ കുറെ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ പറ്റുക. ലൈക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഓൺ ചെയ്യാനാണെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യാൻ പോകുന്ന ചിലർക്ക് ഒരു പാരലൈസ് ഉള്ള ആൾക്ക് അങ്ങനെ ആയിട്ടാണെങ്കിൽ വേറെ ആളുടെ സഹായം വേണ്ടി വരും. പക്ഷെ ഇതിനുവരെ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡിവൈസ് ആണെങ്കിൽ ജസ്റ്റ് ലൈറ്റ് ഓൺ ചെയ്യാൻ ആലോചിക്കുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ഒരു ഗുണമായിരിക്കും. പിന്നെ അടുത്ത മൂവ്മെന്റ് എന്ന് പറയുന്നത് ലൈക്ക് പാരലൈസിസ് ലൈക്ക് അഡ്വാൻസ് റോബോട്ടിക് സംഭവങ്ങളൊക്കെ. ഇപ്പോൾ കാല് വയ്യാത്ത ഒരാൾക്കാണെങ്കിൽ അയാൾക്കൊരു റോബോട്ടിക് ലെഗ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രെയിൻ വഴി ആ ലെഗ്സ് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആലോചിച്ചാൽ അയാൾക്ക് നടക്കാൻ പറ്റാം. ലൈക്ക് അയാൾക്ക് നഷ്ടപ്പോയ ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇല്ലാതെ എന്നൊരു കേപ്പബിലിറ്റി നമുക്ക് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ റീഹാബിലേഷൻസ് ലൈക്ക് ഇപ്പൊ സ്ട്രോക്ക് ആയിട്ടുള്ള പേഴ്സൺ ലൈക്ക് ഫങ്ഷൻസ് ലോസ് ആയതിനെ നമുക്ക് അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കാൻ പറ്റും, ട്രെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ പറ്റും. ലൈക്ക് നമ്മുടെ ഈ BCI ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് മൂന്നും പറ്റിയിട്ട് ലൈക്ക് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോ സ്റ്റീഫൻ ഹോക്കിൻസ് പോലെയുള്ള ഒരാൾക്കാണെങ്കിൽ വേറെ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് BCI ഉപയോഗിക്കും. ഇപ്പോ അവരെ ആലോചിക്കുന്നതിന്റെ ബോർഡായിട്ട് പോകുന്നതിന് മെഷീനിൽ വെച്ചിട്ടായിട്ട്. പിന്നെ മൂവ്മെന്റ് ഇവർക്കൊരു പാരലൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അങ്ങനെ രീതിക്കായിട്ട് വരിക, അല്ലെങ്കിൽ ലൈക്ക് ലൈറ്റ് ഫാൻ ഇതെല്ലാം ഓൺ ചെയ്യേണ്ടി വരിക, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ലൈക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ സ്ട്രോക്ക് ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ ലൈക്ക് റീഹാബിലിറ്റ് ചെയ്യാൻ ട്രെയിൻ ചെയ്യാനോ അങ്ങനെയായിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്ത വരുന്ന വെച്ചാൽ ഇതിപ്പോ ലൈക്ക് ഇപ്പൊ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ലൈക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലൈക്ക് ഈ സ്മാർട്ട് ഹോം കൺട്രോൾ എന്നുള്ള സംഭവം വരാം. ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ലൈറ്റ് ഇന്ന ലൈറ്റ് ഓൺ ചെയ്യണം, ഇന്ന സംഭവം ഓൺ ചെയ്യണം എന്നെങ്കിലും ജസ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാം ഓണായി വരുന്നത്. അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കി, അത് അടിപൊളിയായിരിക്കില്ലേ? ഇപ്പൊ നമ്മള് ഇപ്പൊ ഫോൺ വഴി നമ്മുടെ വീട്ടിലെ ഓരോ ഡിവൈസും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഫോൺ പോലെ യൂസ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒരു ആലോചന കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ മൊത്തം നമ്മുടെ ലൈറ്റ് പെട്ടെന്ന് ഡിം ചെയ്യണമെന്ന് ആലോചിക്കണം, നമ്മൾ ആലോചിച്ച് ലൈറ്റ് ഡിം ആവുന്നത് അങ്ങനത്തെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂറോ ഗെയിമിങ്, ജസ്റ്റ് നമ്മളിപ്പോ ലൈക്ക് കീബോർഡും മൗസ് എല്ലാം വെച്ചിട്ട് അല്ലെങ്കിൽ കൺട്രോളർ വെച്ച് ചെയ്യുന്നവരോ ജസ്റ്റ് നമുക്ക് ബ്രെയിൻ വെച്ച് ആലോചിച്ചിട്ട് തന്നെ നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ മൂവ് ചെയ്യാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മള് ഇപ്പോ ആ ഒരു സംഭവിച്ച് നമ്മൾ റിയലി നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര വേറെ നെക്സ്റ്റ് ലെവൽ സംഭവമായിരിക്കും. അതേപോലെ ഹ്യൂമൻ ഓഗ്മെന്റേഷൻ ലൈക്ക് മൂന്നാമതൊരു ആം കൊണ്ടുവരാം, ഫാക്ടറി വർക്കേഴ്സിന് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് റീൽസിന് മുന്നേയായിട്ട് കണ്ടാടും ഇടയ്ക്കൊരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഒരാൾക്ക്
ലൈക്ക് ജസ്റ്റ് ഒരു ഹാൻഡ് ഒരേ സെയിം ഹാൻഡ് തന്നെ വെച്ചിട്ട് ഒരു കപ്പ് എടുക്കുക. എന്നിട്ട് കപ്പിനകത്തുള്ള ചായ അല്ലെങ്കിൽ ചായ അതിനെ സ്റ്റെർ ചെയ്യുക. ഈ സംഭവം ചെയ്യണം. അപ്പൊ നമുക്ക് ഈ 5 ഹാൻഡിലേക്ക് ലൈക്ക് ഈ തം ഫിംഗർ ഇങ്ങനെ ആയിട്ട് പോകും, മറ്റേത് പിടിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ സ്റ്റെർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഇവർ ചെയ്യുന്ന 2 എക്സ്ട്രാ ഫിംഗേഴ്സ് ചെയ്തിട്ട് ഈ നമ്മുടെ നോർമൽ 5 ഫിംഗർ വെച്ച് നമ്മൾ ആ ഒരു ഗ്ലാസ്സിനെ പിടിക്കും ചെയ്യാം. എന്നിട്ട് എക്സ്ട്രാ ഉള്ള ആ 2 തമ്പ് വെച്ച് നമ്മൾ അതിൻ്റെ അകത്തുള്ള എന്താണ് സൊല്യൂഷൻ അത് സ്റ്റെർ ചെയ്യാനും പറ്റി. അങ്ങനത്തെ ഇടയ്ക്കൊരു ഇത് അത്യാവശ്യം വൈറലായി പോയായിരുന്നു. അപ്പൊ അങ്ങനത്തെ സംഭവം ചെയ്യാൻ പറ്റും. പിന്നെ ഫാക്ടറി വർക്കേഴ്സ് ആണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സാധനം എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ 2 ഹാൻഡ് പിന്നെ എക്സ്ട്രാ ഒരു ഹാൻഡും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വർക്ക് എളുപ്പമാകും, എഫിഷ്യൻസി കൂട്ടാം. അങ്ങനത്തെ സംഭവമുള്ള ഇത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ലൈക്ക് BC ഇപ്പോഴും അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ ഫേസിലായിട്ടുള്ളൂ. ലൈക്ക് പ്രോപ്പർ ആപ്ലിക്കേഷൻ ലെവൽ ഇപ്പൊ പ്രോസ്റ്റിക്കാമോ അങ്ങനെ സംഭവമെല്ലാം വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇനിയും നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ലൈക്ക് ഇപ്പോ വരുന്ന സംഭവമൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് കുറയ്ക്കലും അങ്ങനത്തെ കുറെ രീതിക്കായിട്ടുള്ള അഡ്വാൻസ്മെന്റ്സ് ഇനിയും വരാനുണ്ട്. ഇനി മെയിനായിട്ട് വരുന്ന ചലഞ്ചസ് ആണ് ലൈക്ക് ഓവറോൾ ആയിട്ടുള്ള ചലഞ്ചസ്. ഒരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞ സിഗ്നൽ ക്വാളിറ്റി. ലൈക്ക് നോൺ വേഴ്സീവ് സിഗ്നൽ ഇതിനാണെങ്കിൽ ലൈക്ക് വെളിയിലുള്ള കുറെ നോയിസസ് ഉണ്ടാവും, അതുകൊണ്ട് ഹാർഡാണ്. ലൈക്ക് റീഡ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹാർഡായിരിക്കും. പിന്നെ അടുത്തുനിന്ന് കാലിബ്രേഷൻ ടൈം. ഇപ്പോൾ ഞാൻ ഒരു BCന്റെ ഒരു ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് വേറെ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കണമെങ്കിൽ ആ ഫ്രണ്ടിനെ വേണ്ടി വീണ്ടും ആ സാധനം വീണ്ടും റീട്രൈ ചെയ്തെടുക്കണം. വീണ്ടും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അതിന് വേണ്ടി കളയേണ്ടി വരും. അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ അത് വീണ്ടും റീട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അത് വൺ ഓഫ് ദ മേജർ ഡ്രോബാക്ക് ആണ്. അതിന് പക്ഷെ ഇതുവരെ ഒരു അഡാപ്റ്റീവ് ടെക്നോളജി എന്നുള്ളത് കൊണ്ടുവന്നുണ്ട്. പക്ഷെ എന്നാലും കാലിബ്രേഷൻ ടൈപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ അടുത്ത പോർട്ടബിലിറ്റി. ഇപ്പോ നമ്മുടെ നോൺ വേഴ്സീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ സെൻസർ വെക്കണം എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ആശുപത്രിയിലൊക്കെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ സെൻസ് ചെയ്യുന്ന അതേപോലത്തെ ഒരു സാധനമാണ്. അതെല്ലാം കൂടെ എടുത്ത് നമുക്ക് നടക്കാനും അതെല്ലാം ഭയങ്കര ഇൻകൺവീനിയന്റ് ആയിരിക്കും. കാരണം നമ്മുടെ ഈ സെൻസർ ഇപ്പൊ നമ്മൾ ബ്രെയിനിലേക്ക് ലൈക്ക് ഇവിടെ സ്കാൽപ്പിൽ വെക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം സ്കാൽപ്പ് ഫുള്ള് ലൈക്ക് ഒരു ആൽക്കഹോൾ ചെയ്തിട്ടുള്ള സംഭവം വെച്ചിട്ട് വെച്ചിട്ട് നല്ലതായിട്ട് ഇത് ചെയ്യണം. എന്നിട്ടൊക്കെ ഈ സെൻസർ വെക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ വെളിയിലേക്ക് ഈ സാധനം ഇട്ടുകൊണ്ട് നടക്കാന്ന് പറയുന്നത് ലൈക്ക് അത്ര പോസിബിൾ അല്ല. പിന്നെ ഡേറ്റ പ്രൈവസി ലൈക്ക് ഇതിന്റെ ഫ്യൂച്ചറിൽ വരാവുന്ന വൺ ഓഫ് ദ മേജർ ചലഞ്ചസിൽ ഒരെണ്ണം ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ബ്രെയിൻ വേവ്സ് എല്ലാം ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യുക, ഈസി സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. നമ്മുടെ ഈ ഡിറ്റക്ട് ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻ വേവ്സ് ഇപ്പോ ഏതെങ്കിലും വലിയ ഹൈടെക് കമ്പനീസിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫോണിൽ ഓരോന്നിലേക്ക് നമ്മൾ ചെയ്യുന്ന ഹിസ്റ്ററി നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും തന്നെ ഇപ്പോ പാസ്വേഡ് സംഭവം തന്നെ ഡേറ്റ ബ്രീച്ച് ആയി പോകുന്നു അങ്ങനെ ആയിട്ട് പറയുന്നു. അത് നമ്മള് ലൈക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്ന സംഭവം കൂടെ ലൈക്ക് ഓരോരോ ടെക് കമ്പനീസ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി പ്രൈവസി ലൈക്ക് ഈവൻ നമ്മൾ ആലോചിക്കുന്ന സംഭവത്തിലും പ്രൈവസി ഇല്ലാന്നൊരു അവസ്ഥ വരാം. ലൈക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി ആൻഡ് അക്കോമഡേഷൻ. ലൈക്ക് നമ്മുടെ ഇപ്പോൾ BCയിലേക്ക് ഡിവൈസ് ഹാക്ക് ചെയ്ത് നമ്മളിപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വീൽ ചെയർ കൺട്രോൾ ചെയ്യുന്ന സംഭവം നമ്മൾ വേറെ ആർക്കെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ നമ്മുടെ വീൽ ചെയർ കൺട്രോൾ ചെയ്യാൻ പറ്റാം. ലൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് വരും. അങ്ങനത്തെ ആണ് ഇതിന്റെ മേജർ ചലഞ്ചസ് വരുന്നത്. അപ്പോൾ ഇത്രയുള്ള മെയിൻ ആയിട്ട് ലൈക്ക് BCനെ കുറിച്ച് പറയാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഓർ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? Anyone? PC എന്താന്ന് പിടികിട്ടാത്തതോ അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ പിടികിട്ടാത്ത അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ചോദിച്ചോളൂ. ഈ PC എന്നുള്ള മെയിൻ ആയിട്ട് ബ്രെയിൻ സിഗ്നൽസ് വഴിയാണോ വർക്ക് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ? ബ്രെയിൻ സിഗ്നൽസ് വഴി. ലൈക്ക് എല്ലാ ബ്രെയിനിലും സെയിം പാറ്റേൺ ആയിരിക്കുമോ? ഇല്ല, വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് എന്റെ വൺ ഓഫ് ദി മേജർ ഡ്രോബാക്ക് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന രീതി ആയിരിക്കില്ല വേറൊരാൾ ചിന്തിക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും പാറ്റേൺസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഓരോ സിംഗിൾ ഇൻഡിവിജ്വലിനും വേണ്ടിയിട്ട് നമ്മൾ ലൈക്ക് വേറെ മോഡൽ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പൊ
ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല സിയ ചിന്തിക്കുന്നത്. അപ്പോൾ സിയ ചിന്തിക്കുന്നത് വെച്ചിട്ടായിട്ട് നമ്മളൊരു AI മോഡൽ ഉണ്ടാക്കേണ്ടി വരും. ഞാൻ ചിന്തിക്കുന്ന വെച്ചിട്ട് വേറൊരു മോഡൽ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ അങ്ങനെ പലർക്കും പല മോഡൽസ് ഉണ്ടാക്കിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഡ്രോബാക്ക് കിട്ടിയോ? അപ്പോൾ ലൈക്ക് മാസ് പ്രൊഡക്ഷൻ ഇത് ഹെൽപ്ഫുൾ ആവുന്നില്ല. മാസ് പ്രൊഡക്ഷൻ ലൈക്ക് ഈ ഒരു ഇഷ്യൂ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ മാസ് പ്രൊഡക്ഷൻ ഇപ്പോഴും നടക്കാതിരിക്കുന്നത്. ലൈക്ക് ഇത് ഇപ്പോഴും സോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. കാരണം ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഡിവൈസ് BCA ഡിവൈസ് മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഇപ്പൊ എന്റെ അച്ഛനോ അല്ലെങ്കിൽ എന്റെ ചേച്ചിക്കോ അങ്ങനെ എല്ലാവരും കൊടുക്കുവാണെങ്കിൽ ലൈക്ക് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഓരോരുത്തർക്കും വീണ്ടും വീണ്ടും ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടി ഇപ്പോ ഒരു അഡാപ്റ്റീവ് ട്രാൻസ്ഫർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഇത് വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എല്ലാവരും ആലോചിക്കുന്ന വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും അതിൻ്റെ അകത്തൊരു കോമൺ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ മോഡലിനെ ഒരു 80% ട്രെയിൻ ചെയ്ത് വെക്കും. 80 to 90% ഓൾറെഡി നമ്മളൊരു ജനറൽ പബ്ലിക് ഒരു 1,00,000 ആൾക്കാരെ അല്ലെങ്കിൽ 10,000 ആൾക്കാരെ എടുത്ത് അവരെ ഈ സെയിം സംഭവം ആലോചിക്കുന്നത് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കും. എന്നിട്ട് പക്ഷെ ആ ട്രെയിൻ ചെയ്തിരിക്കുന്ന മോഡൽ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ആക്യുറസി കുറവായിരിക്കും. എന്നിട്ട് ഈ അവസാനമുള്ള 10 to 20% മാത്രം ഇപ്പോൾ CA ആണ് യൂസ് ചെയ്യുന്നത്, CAയുടെ ബ്രെയിൻ വേവ്സ് വെച്ചിട്ട് ട്രെയിൻ ചെയ്തെടുക്കും. അങ്ങനെയാണെങ്കിൽ ആക്യുറസിയും കൂടുതലിട്ടും എന്നാൽ ലൈക്ക് ട്രെയിൻ ചെയ്യുന്ന ടൈം ഭയങ്കര കുറവായിരിക്കും. ആകെ 10 to 20% ട്രെയിൻ ചെയ്യുന്ന ടൈം പിടിക്കും. 10 മിനിറ്റ് അത്ര 10-20 മിനിറ്റ് ആ ഒരു റേഞ്ചിൽ പിടിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ലൈക്ക് വേറെ ആൾക്കാർക്ക് സെയിം ഡിവൈസിനെ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ എന്നാലും സ്റ്റിൽ പുതിയ യൂസേഴ്സിന് 10-20 മിനിറ്റ് ട്രെയിൻ ചെയ്തെടുക്കാൻ അതൊരു ടാസ്ക് ആണ്. അപ്പൊ അതിനെ സോൾവ് ചെയ്തിട്ട് ഇതുവരെ പ്രത്യേകിച്ച് അഡ്വാൻസ്മെന്റ്സ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. സ്റ്റിൽ ഇൻ പ്രോഗ്രസ് ആണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Thank you so much for those valuable insights. As a small token of our appreciation, we are pleased to present our virtual memento to Mr. Anandakrishnan KP for graciously taking the time to share his expertise and inspire all here today. We are truly grateful for your presence and contribution to Odyssey Session 3. Thank you so much. Before we conclude, let's take a quick moment to capture this virtual gathering. I request all the participants to kindly turn on your cameras for a group photo. Thank you all. We also kindly request you to take a moment to fill out the feedback form that has been shared in the chat. It's important for issuing your e-certificates. To formally conclude the session, I now invite Gayatri M, V Coordinator, IEEE HSO Kerala Chapter, to deliver the vote of thanks. A very good evening to everyone present here. As we come to the close of Odyssey Session 3, I take this moment to express my heartfelt gratitude. First and foremost, I extend my sincere thanks to Anandakrishnan, Student Representative, IEEE Education Society Kerala Chapter, for the wonderful and insightful session on brain-computer interface. Your talk truly broadened our perspective and inspired us to explore the exciting possibilities in the emerging field. I would also like to extend my heartfelt thanks to all the participants for being here and making Odyssey Session 3 a great success with your active participation and enthusiasm. Thank you all once again for being the part of this wonderful session. As we wrap up today's session, we sincerely thank each one of you for being with us this evening. Once again, a gentle reminder to kindly fill out the feedback form before you leave. It's important for receiving your certificates. Thank you all.